കനത്ത മഴ തുടരുകയാണ്. വയനാട്ടിൽ ഉരുൾപൊട്ടൽ ബാധിത പ്രദേശങ്ങളായ മുണ്ടക്കയിലും ചൂരൽമലയിലും അടക്കം കനത്ത മഴ തുടരുന്നു. ഇതേ തുടർന്ന് രക്ഷാപ്രവർത്തകരെ തിരിച്ചിറക്കി തുടങ്ങി. 5 മണിവരെ 281 മരണങ്ങളാണ് സ്ഥിരീകരിച്ചത്. 3 ദിവസങ്ങളിലായി നടത്തിയ രക്ഷാപ്രവർത്തനങ്ങളിൽ ജീവനോടെയുള്ള എല്ലാവരെയും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞതായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉദ്യോഗസ്ഥതല യോഗം വിലയിരുത്തി. ദുരന്ത ഭൂമിയിൽ നിന്ന് 29 കുട്ടികളെയാണ് കാണാതായത്. കാണാതായ 29 കുട്ടികളിൽ 4 പേരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞു. ഉരുൾപൊട്ടൽ ഒറ്റപ്പെടുത്തിയ മുണ്ടക്കയിലേക്ക് ചൂരൽമലയിൽ നിന്ന് നിർമ്മിക്കുന്ന ബെയിലി പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായി. സൈന്യമാണ് പുഴയ്ക്ക് കുറുകെയുള്ള പാലം നിർമ്മിച്ചത്. പാലം പൂർത്തിയായാൽ മുണ്ടക്കൈ മേഖലയിലെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് വേഗതയേറും. ഭാരമേറിയ യന്ത്രസാമഗ്രികൾ ഉൾപ്പെടെ മുണ്ടക്കയിലെത്തിച്ച് തെരച്ചിൽ നടത്തുമ്പോൾ കൂടുതൽ പേരെ കണ്ടെത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 190 അടിയാണ് ചൂരൽമലയിൽ നിർമ്മിച്ചിരിക്കുന്ന ബെയിലി പാലത്തിന്റെ നീളം. 24 ടൺ ഭാരം വഹിക്കാൻ പാലത്തിന് കഴിയും. നീളം കൂടുതലായതിനാൽ പുഴയ്ക്ക് മധ്യത്തിൽ തൂൺ സ്ഥാപിച്ചാണ് പാലം നിർമ്മിച്ചത്. സൈന്യത്തിന്റെ എഞ്ചിനീയറിംഗ് വിഭാഗമാണ് പാലം നിർമ്മിച്ചിരിക്കുന്നത്. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തം നടന്ന ചൂരൽമലയിൽ സന്ദർശനം നടത്തി. മേപ്പാടിയിലെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററും സന്ദർശിച്ചു. കോൺഗ്രസ് സംഘടനാ ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ ഉൾപ്പെടെയുള്ള പാർട്ടി നേതാക്കളും രാഹുലിനൊപ്പമുണ്ടായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനും ദുരന്ത പ്രദേശങ്ങളും ക്യാമ്പുകളും സന്ദർശിച്ചു. തൃശൂർ വടക്കാഞ്ചേരി അകമല ഉരുൾപൊട്ടൽ ഭീഷണിയിലെന്ന് റിപ്പോർട്ട്. ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശപ്രകാരം 4 വകുപ്പുകൾ ചേർന്ന് പ്രദേശത്ത് സംയുക്ത പരിശോധന നടത്തുകയായിരുന്നു. പരിശോധനയുടെ അടിസ്ഥാനത്തിൽ പ്രദേശത്തെ ആളുകളോട് മാറി താമസിക്കാൻ നിർദ്ദേശം നൽകി. മണ്ണിനടിയിലൂടെ ഉറവയുള്ളതിനാൽ അപകട സാധ്യത വളരെ കൂടുതലാണെന്നും പരിശോധനാ സംഘം റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. തൃശൂർ ജില്ലയിൽ മഴയും കാറ്റും വെള്ളക്കെട്ടും മഴ മുന്നറിയിപ്പ് തുടരുന്നതിനാലും സ്കൂളുകൾ ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്നതിനാലും ദുരന്ത സാഹചര്യം ഒഴിവാക്കുന്നതിനുള്ള മുൻകരുതൽ നടപടിയുടെ ഭാഗമായി നാളെ ജില്ലയിലെ അംഗനവാടികൾ, നഴ്സറികൾ, കേന്ദ്രീയ വിദ്യാലയങ്ങൾ, CBSE, ICSE സ്കൂളുകൾ, പ്രൊഫഷണൽ കോളേജുകൾ, ട്യൂഷൻ സെന്ററുകൾ, വിദ്യാർത്ഥികൾ താമസിച്ചു പഠിക്കുന്ന റെസിഡൻഷ്യൽ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അവധി പ്രഖ്യാപിച്ചു. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമുണ്ടായിരിക്കില്ല. ഷിരൂരെ മണ്ണിടിച്ചിൽപ്പെട്ട മലയാളി ലോറി ഡ്രൈവർ അർജുനെ കണ്ടെത്താൻ തൃശൂരിൽ നിന്ന് ഷിരൂരിലേക്ക് ഡ്രസർ കൊണ്ടുപോകില്ല. ഗംഗാവലി പുഴയിൽ ആഴവും ഒഴുക്കും കൂടുതലായതിനാൽ ഡ്രസർ ഗംഗാവലി പുഴയിൽ ഇറക്കാൻ സാധിക്കില്ല. വഞ്ചിയൂരിലെ വെടിവെപ്പ് കേസിൽ പ്രതിയുടെ മൊഴിയിൽ മുൻ സുഹൃത്തിനെതിരെ ബലാത്സംഗത്തിന് കേസെടുത്തു. വഞ്ചിയൂർ സ്വദേശി സുജിത്തിനെതിരെയാണ് കേസ്. സുജിത്തിന്റെ വീട്ടിൽ കയറി ഇദ്ദേഹത്തിന്റെ ഭാര്യയെ യുവ ഡോക്ടർ ദീപ്തി വെടിവെച്ചിരുന്നു. തന്നെ പീഡിപ്പിച്ചതിനുള്ള പ്രതികാരമായാണ് ആക്രമണം നടത്തിയതെന്നായിരുന്നു പ്രതിയുടെ മൊഴി. ഇവരുടെ പരാതിയിലാണ് സംഭവത്തിൽ സുജിത്തിനെതിരെ കേസെടുത്തത്. ഹിമാചൽ പ്രദേശിലെ കനത്ത മഴയിൽ മലാനയിലെ പണ്ടോഹ് ഡാം തകർന്നു. പാർവതി നദിയിലെ ഡാം തകർന്നതോടെ പരിസര പ്രദേശങ്ങളിലെല്ലാം വെള്ളം കയറി. തീരങ്ങളിൽ താമസിക്കുന്നവർ എത്രയും വേഗം ഒഴിയണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. ഇടതടവില്ലാതെ പെയ്യുന്ന മഴയിൽ ഹിമാചൽ പ്രദേശിൽ വ്യാപകമായ നാശനഷ്ടമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിൽ ഇന്ത്യയിൽ ശരാശരിയിലും കൂടുതൽ മഴ ലഭിച്ചേക്കുമെന്നും ഓഗസ്റ്റ് അവസാനത്തോടെ ലാനിന അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നും ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് IMDയുടെ അറിയിപ്പ്. രാജ്യത്തുടനീളം 106% മഴ ലഭിക്കുമെന്നും IMD പ്രവചിച്ചു. ജൂൺ ആദ്യം മുതൽ ഇന്ത്യയിൽ 453.8 മില്ലിമീറ്റർ മഴ ലഭിച്ചു. സാധാരണ നിലയിൽ 445.8 മില്ലിലീറ്റർ മഴയാണ് ലഭിക്കേണ്ടത്. പട്ടികജാതി പട്ടികവർഗ വിഭാഗ സംവരണത്തിനുള്ളിൽ ഉപസംവരണത്തിന് അംഗീകാരം നൽകി സുപ്രീം കോടതിയുടെ നിർണായക വിധി. കൂടുതൽ അർഹതയുള്ളവർക്ക് പ്രത്യേക ക്വാട്ട നൽകുന്നത് ഭരണഘടനാ വിരുദ്ധമല്ലെന്ന് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ 7-അംഗ ബെഞ്ച് വിധിച്ചു. ജോലിക്കും വിദ്യാഭ്യാസത്തിനും SC/ST വിഭാഗക്കാരിലെ അതിപിന്നോക്കക്കാർക്കായി ഉപസംവരണം ഏർപ്പെടുത്താൻ ഇതോടെ സംസ്ഥാനങ്ങൾക്ക് കഴിയും. പാരീസ് ഒളിമ്പിക്സ് ഷൂട്ടിംഗിൽ വെങ്കല മെഡൽ വേട്ട തുടർന്ന് ഇന്ത്യൻ സംഘം. ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ 3ാം മെഡലും ഷൂട്ടിംഗിൽ നിന്നാണ്. 50 മീറ്റർ റൈഫിൾ 3 പൊസിഷൻ വെങ്കല മെഡൽ സ്വന്തമാക്കിയത് പൂനെ സ്വദേശിയായ 29 വയസ്സുകാരൻ സ്വപ്നിൽ സുരേഷ് കുസാലെ. ഒളിമ്പിക്സ് പുരുഷ സിംഗിൾസിൽ ബാഡ്മിന്റൺ പ്രീ ക്വാർട്ടറിൽ ഇന്ത്യൻ താരങ്ങളായ HS പ്രണോയിയും ലക്ഷ്യ സെന്നും നേർക്കുനേർ. ഇന്നലെ അർദ്ധരാത്രി നടന്ന ഗ്രൂപ്പ് മത്സരത്തിൽ വിയറ്റ്നാം താരം ലീഡക് ഫാറ്റിനെ തോൽപ്പിച്ചാണ് പ്രണോയി പ്രീ ക്വാർട്ടറിലേക്ക് മുന്നേറിയത്.